ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഈ കാണുന്ന രണ്ട് പമ്പുകളിൽ ഏറ്റവും നല്ല പമ്പ് ഏതാണ്, അല്ലെ കാറിന് ഏറ്റവും നല്ലത് ഏതാണ്, ബൈക്കിന് ഏറ്റവും നല്ലത് ഏതാണ് എന്നാണ്. അപ്പോൾ ഈ രണ്ട് പമ്പിൽ ഒന്ന് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയതും മറ്റൊന്ന് കടയിൽ നിന്ന് മേടിച്ചതുമാണ്. ആ കടത്തി വെച്ചേക്കുന്ന പമ്പ് കടയിൽ നിന്ന് മേടിച്ചാണ് 800 രൂപ. ആ കറുത്ത പമ്പില്ലേ ഇപ്പോൾ ഈ കാണുന്ന പമ്പ്, ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. കുഞ്ഞൻ പമ്പ് മേടിച്ചത് 600-700 രൂപയ്ക്കാണ്. അത് വില വേരിയേഷൻ വരും, നമ്മുടെ ഓഫറൊക്കെ വരുമ്പോൾ അതനുസരിച്ച് വിലക്കുറവുണ്ടാവും. അത് നോക്കി മേടിക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരു കുഞ്ഞൻ പമ്പായതുകൊണ്ട് തന്നെ ഇത് ബൈക്കിന് എയർ അടിക്കുക, ഫുട്ബോളിന് എയർ അടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാറ് പോലെയുള്ള ഒരു കാര്യത്തിന് എയർ അടിക്കുക എന്നുള്ളത് ഇത് അത്ര എളുപ്പമല്ല. കാരണം ഈ പമ്പ് കൊണ്ട് നമ്മൾ എയർ അടിക്കണമെങ്കിൽ ഒരു കാലം കൊണ്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ പുറകിൽ ആ പിസ്റ്റൻ്റെ പുറകിൽ ഒരു കറുത്ത കമ്പി കാണാൻ സാധിക്കും. ആ കമ്പി നമ്മൾ സൈഡിലോട്ടാക്കിയിട്ട് അത് ചവിട്ടിയിട്ട് ഒരു കാലം കൊണ്ട് പിസ്റ്റൻ നമ്മൾ ചവിട്ടി കൊടുക്കണം. എങ്കിൽ മാത്രം നമുക്ക് എയർ അടിക്കാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കാറെന്ന് പറയുന്നത് ഒരു വലിയ ടയറാണ്, അത് നിറച്ച് എയർ അടിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു സമയമെടുക്കും. അപ്പോൾ ഈ ഒരു ചെറിയ പമ്പ് നമ്മൾ ഉപയോഗിക്കുക ബൈക്ക്, ഫുട്ബോള് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എയർ അടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ കാണുന്ന ഈ വലിയ പമ്പില്ലേ, ഇതാണ് നമ്മൾ കാറിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുക. ഇതിന് അത്യാവശ്യം കനവുണ്ട്. ഇത് നമുക്ക് കിടത്തിയിട്ടിട്ട് ചവിട്ടാം, ഒരു കാലം കൊണ്ട് ചവിട്ടി പിടിക്കണ്ട. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാറിൽ എയർ നിറയ്ക്കാൻ ഈ പമ്പായിരിക്കും നല്ലത്. ബൈക്കാണെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടത് ഈ പമ്പാണ്. ബൈക്കിൽ ഇത് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്, ചെറുതായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബാഗിലാക്കിയിട്ട് ബൈക്കിന്റെ സൈഡിലെവിടെയൊക്കെ കെട്ടി വയ്ക്കാം, കനം കുറവല്ലേ. ഈ പമ്പ് കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് പോയി നോക്കുക. അതാകുമ്പോൾ അപ്പം തന്നെ നേരിട്ട് കണ്ട് മേടിക്കാം. 800 രൂപയാണ് ഇതിന്റെ വില വന്നത്. അത്യാവശ്യം കനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബൈക്കിൽ ഇത് കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. കാറിലൊക്കെ വളരെ പെട്ടെന്ന് എയർ അടിച്ച് ചവിട്ടി കയറ്റാൻ പറ്റുന്നുണ്ട്. കാറും ബൈക്കും ഉള്ളവർ ചെറിയ ഒരു പമ്പും ഇതുപോലത്തെ വലിയൊരു പമ്പൂടെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം മറ്റേത് കാറിൽ വെക്കുകയും ചെയ്യാം, ചെറുതൊരെണ്ണം ബൈക്കിൽ കൊണ്ടു നടക്കുകയും ചെയ്യാം. അപ്പം കമ്പനി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയെടുത്താൽ മതി. ഈ രണ്ട് മോഡലുകളിൽ രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലിന് സപ്പോർട്ട് ചെയ്ത് തരണേ.